നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. കനത്ത മഴയിൽ തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുകയും സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കി. റോഡുകളിൽ വെള്ളക്കെട്ട് കൊണ്ട് വണ്ടി പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് ഉത്തരവാദി കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പി. മേയർ ആണെന്ന് മാധ്യമങ്ങളും ജനപ്രതിനിധികളും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ മേയറുടെ നിരുത്തരവാദിത്വമാണെന്നും മേയർ പദവിയിൽ നിന്നും പുറത്തു പോകണമെന്നുമൊക്കെ. പക്ഷേ അധികാരം നഷ്ടപ്പെട്ട ഇടത് ജനപ്രതിനിധികളും മാധ്യമങ്ങളും രൂക്ഷ വിമർശനമാണ് മേയർക്ക് എതിരെ ഉയർത്തുന്നത്. ഇതിലെ നിജസ്ഥിതി എന്തെന്ന് മേയർ വി. രാജേഷ് പറയുന്നത് ഒന്ന് കേൾക്കാം. നമുക്കത് ചാനൽ ചർച്ചയിലൂടെ ഒരു ഒറ്റ നിമിഷം കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ പരിഹരിക്കാൻ ആത്യന്തികമായ മെക്കാനിസം ഉണ്ട്. ഞാൻ മുതിർന്ന ഇവിടെയൊക്കെ തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിച്ചിട്ട് ഒരു പ്രോജക്റ്റ്, ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് നദികൾ, ആമേഴഞ്ചാന്തോട്, പാർവതിപുത്തനാർ, ഇത് പൂർണ്ണമായും ജലസേചന വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള നദികളാണ്. ഈ രണ്ട് നദികളെയും വേസ്റ്റ് ജനങ്ങൾ വലിച്ചെറിയാത്ത രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അതിന് മുകളിൽ സ്ലാബ് എന്തെങ്കിലും ഇട്ട് റീറ്റെയിനിങ് വാൾ കെട്ടി ഒരു തവണ നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്ലാബ് വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതിന് കോർപ്പറേഷൻ മുൻകൈ എടുക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി ഫണ്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ വിദഗ്ധ ഉപദേശം വേണം. നമ്മളൊരു 6 മാസം മുതൽ ഒരു 8-9 മാസം വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴേക്ക് സൂചിപ്പിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഇന്നലെ പെയ്ത മഴയത്ത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള ഒരു ഓടയിൽ വെള്ളം കയറിയില്ല. ഞങ്ങൾ 1.5 മാസം മുൻപ് തന്നെ ഏകദേശം 2 കോടി രൂപ എല്ലാ വാർഡുകളിലുമായി മുടക്കി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള എല്ലാ ഓടകളും വൃത്തിയാക്കി. ആ ഒരു ഓടയിൽ ഞാൻ എല്ലാ വാർഡിലും വിളിച്ചു. പല വാർഡുകളിലും മുൻപത്തേക്കാൾ വളരെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഓടയിൽ വെള്ളം കയറിയിട്ടില്ല. ആമേഴഞ്ചാന്തോടും പാർവതിപുത്തനാറിലും ഉള്ള വെള്ളമാണ് നഗരത്തിലെ പല ഭാഗത്തും കയറുന്നത്. ഇതിന് മുകളിൽ കുറച്ച് ഉണ്ടായിരുന്ന മാലിന്യം ഞങ്ങൾ മാറ്റി. പക്ഷേ അതിനുശേഷം എല്ലാ ദിവസവും ജനങ്ങൾ അവിടെ ഇവിടെയും ചപ്പുചവറുകൾ കൺട്രോളില്ലാതെ വലിച്ചെറിയുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഞങ്ങൾ മാറ്റിയപ്പോൾ തന്നെ ഈ ആമേഴഞ്ചാന്തോടും പാർവതിപുത്തനാറും ജലസേചന വകുപ്പിൻ്റെതാണെങ്കിലും കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ മാറ്റി. 160 ലോഡ് മണ്ണാണ് ഞങ്ങൾ മാറ്റിയത്. വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്നത്. ഇത് അവർ മാറ്റേണ്ടതായിരുന്നു. ഇനി ഒരു കാരണവശാലും ഈ വകുപ്പുകളുടെ ഏകോപനമില്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. എല്ലാ കൊല്ലവും കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ചിലവഴിക്കാറുണ്ട്. ഒരുപാട് മനുഷ്യശേഷി വിനിയോഗിക്കാറുണ്ട്. എങ്കിലും പഴി ബാക്കി പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പക്ഷേ അതിന് ഇത്തവണ മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് കാരണം ഈ വകുപ്പുകൾ, ജലസേചന വകുപ്പിനെ ഞങ്ങൾക്ക് ഇത് 9 വകുപ്പുകൾ ചേരുന്നുണ്ട്. 8-9 വകുപ്പ്. റെയിൽവേക്ക് സ്ഥലമുണ്ട്, അവിടെ ക്ലീൻ ചെയ്യാറില്ല അവർ. അതുപോലെ KRF നിർമ്മിച്ച റോഡുകളിൽ വെള്ളം കെട്ടുന്നുണ്ട്. PWD NHAയുടെ റോഡുകൾ വെള്ളം കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, അവർക്ക് ചില നദികളുണ്ട്. അതിൽ അവർ ശുചീകരണം നടത്താറ്. അപ്പോൾ 7-8 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ട കാര്യം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെതായ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലവർഷം എത്താറായി. നമുക്കിനി സമയമില്ല. ഇനി മഴക്കാല പൂർവ്വം എന്നുള്ള വാക്കില്ല. അപ്പം ആളുകൾക്ക് വെള്ളം കെട്ടില്ലാതെ, ദുരിതമില്ലാതെ അവിടെ നിൽക്കാൻ കഴിയണം, നടക്കാൻ കഴിയണം. അതിനിപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വളരെ ലളിതമാണ്. ആമേഴഞ്ചാന്തോടും പാർവതിപുത്തനാറും ജലസേചന വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നലെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാനെങ്കിൽ ഇറങ്ങിയാൽ ഇത് ഒരു പ്രശ്നമില്ല. ഈ തോടിൻ്റെയും ആറിൻ്റെയും ഒക്കെ തന്നെ, പാർവതിപുത്തനാറിൻ്റെയും ഒക്കെ തന്നെ സ്ലാബുകളുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന വർഷങ്ങൾ 15-20 വർഷമായി അടിഞ്ഞു കിടക്കുന്ന മാലിന്യമുണ്ട്. അത് ഈ സ്ലാബ് ഇളക്കിയാൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞങ്ങൾക്ക് പെർമിഷൻ പോലും അവർ പലപ്പോഴും തരാൻ ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഡിപ്പാർട്ട്മെൻറ്റ്, ജലസേചന വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ സ്ലാബുകൾ ഉയർത്തി ആ മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. മേയർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടി, അതും 4 മാസം മാത്രമായതേ ഉള്ളൂ. ആ 4 മാസം കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്തു. ഈ 45 വർഷമിരുന്നു ഭരിച്ചവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ 4 മാസം ആയ ബി.ജെ.പി. മേയർ എങ്ങനെ ചെയ്യും? കോർപ്പറേഷൻ ഭരണം കിട്ടാത്തതിൽ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടികളാണ്. കേരളത്തിൽ ഈ മേയർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് താഴെ കമന്റ് ചെയ്യുമല്ലോ.